ശാന്തി 29/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് തൻ്റെ യോഗബലത്തിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാക്കി പാവനമായി പാവന ലോകം നിർമ്മിക്കേണ്ടത്. ഇതുതന്നെയാണ് നിങ്ങളുടെ സേവനം. ചോദ്യം: ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ഏതൊരു വിശേഷതയാണ് പാടപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: ദേവീ ദേവതാ ധർമ്മം തന്നെയാണ് വളരെയധികം സുഖം നൽകുന്ന ഒന്ന്. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. കുട്ടികളായ നിങ്ങൾ 3/4 സുഖം നേടുന്നു. അഥവാ പകുതി സുഖവും പകുതി ദുഃഖവുമായിരുന്നെങ്കിൽ രസമേ വരില്ലായിരുന്നേനെ. ഓം ശാന്തി. ഭഗവാൻ വാച. ഭഗവാൻ തന്നെയാണ് മനസ്സിലാക്കിച്ചു തന്നത്, ഒരു മനുഷ്യനെയും ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. ദേവതമാരെയും ഭഗവാൻ എന്ന് പറയുന്നില്ല. ഭഗവാൻ നിരാകാരനാണ്. ആ ഒന്നിന് ഏതെങ്കിലും സാകാരിയോ ആകാരിയോ ആയ രൂപം ഇല്ല. സൂക്ഷ്മവതനവാസികൾക്കും സൂക്ഷ്മ ആകാരമുണ്ട്. അതിനാൽ അതിനെ സൂക്ഷ്മവതനം എന്ന് പറയുന്നു. ഇവിടെ സാകാരി മനുഷ്യ ശരീരം ഉണ്ട്. അതിനാൽ ഇതിനെ സ്ഥൂലവതനം എന്ന് പറയുന്നു. സൂക്ഷ്മവതനത്തിൽ ഈ സ്ഥൂലമായ 5 തത്വങ്ങളുടെ ശരീരം ഉണ്ടായിരിക്കില്ല. മനുഷ്യ ശരീരം 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിനെ പറയുന്നത് മണ്ണിൻ്റെ പാവ എന്നാണ്. സൂക്ഷ്മവതനവാസികളെ മണ്ണിൻ്റെ പാവ എന്ന് പറയുകയില്ല. ഡെയ്റ്റി അഥവാ ദേവതാ ധർമ്മത്തിലുള്ളവരും മനുഷ്യരാണ്. പക്ഷേ അവരെ ദൈവിക ഗുണങ്ങളുള്ള മനുഷ്യർ എന്ന് പറയും. ഇവർ ദൈവിക ഗുണം പ്രാപ്തമാക്കിയത് ശിവ് ബാബയിൽ നിന്നാണ്. ദൈവിക ഗുണമുള്ള മനുഷ്യരും ആസുരീയ ഗുണങ്ങളുള്ള മനുഷ്യരും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്? മനുഷ്യൻ തന്നെയാണ് ശിവാലയത്തിലോ വേശ്യാലയത്തിലോ കഴിയുന്നതിന് യോഗ്യമാകുന്നത്. സത്യുഗത്തെ ശിവാലയം എന്ന് പറയുന്നു. സത്യുഗം ഇവിടെ തന്നെയാണുള്ളത്. മൂലവതനത്തിലോ സൂക്ഷ്മവതനത്തിലോ ഒന്നുമല്ല ഉള്ളത്. കുട്ടികളായി നിങ്ങൾക്കറിയാം, അത് ശിവ് ബാബയാൽ സ്ഥാപിതമായ ശിവാലയമാണ്. എപ്പോൾ സ്ഥാപിച്ചു? സംഗമത്തിൽ. ഇത് പുരുഷോത്തമ യുഗമാണ്. ഇപ്പോൾ ഈ ലോകം പതീതവും തമോ പ്രധാനവുമാണ്. ഇതിനെ സതോ പ്രധാന പുതിയ ലോകം എന്ന് പറയില്ല. പുതിയ ലോകത്തെ സതോ പ്രധാനം എന്ന് പറയുന്നു. പിന്നെ അതുതന്നെ എപ്പോഴാണോ പഴയതാകുന്നത് അപ്പോൾ അതിനെ തമോ പ്രധാനം എന്ന് പറയുന്നു. വീണ്ടും സതോ പ്രധാനം എങ്ങനെയാകുന്നു? കുട്ടികളായ നിങ്ങളുടെ യോഗബലത്തിലൂടെ. യോഗബലത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. നിങ്ങൾ പവിത്രമായി മാറുകയും ചെയ്യുന്നു. പവിത്രമായവർക്ക് പിന്നെ തീർച്ചയായും പവിത്ര ലോകം വേണം. പുതിയ ലോകത്തെ പവിത്രമെന്നും പഴയ ലോകത്തെ അപവിത്രമെന്നും പറയുന്നു. പവിത്ര ലോകം ബാബ സ്ഥാപിക്കുന്നു. പതീത ലോകം രാവണൻ സ്ഥാപിക്കുന്നു. ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനും അറിയുന്നില്ല. ഈ 5 വികാരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ ദുഃഖിതരായി ബാബയെ എന്തിനോർമ്മിക്കണം? ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ. രാവണൻ്റെ 5 വികാരങ്ങളുടെ 10 തലയുള്ള കോലം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ രാവണനെ ശത്രുവായി മനസ്സിലാക്കി കത്തിക്കുന്നു. അതും ദ്വാപരയുടെ തുടക്കം മുതലേ കത്തിക്കാൻ ആരംഭിക്കുന്നു എന്നല്ല. ഇല്ല. എപ്പോഴാണോ തമോ പ്രധാനമാകുന്നത് അപ്പോഴാണ് ഏതെങ്കിലും മതാന്തരങ്ങൾ ഉള്ളവരിരുന്ന് ഈ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. എപ്പോഴാണോ ആരെങ്കിലും വളരെയധികം ദുഃഖം നൽകുന്നത് അപ്പോൾ അവരുടെ എഫിജി കോലം ഉണ്ടാക്കുന്നു. ഇവിടെയും മനുഷ്യർക്ക് എപ്പോഴാണോ വളരെയധികം ദുഃഖം ലഭിക്കുന്നത് അപ്പോൾ ഈ രാവണൻ്റെ കോലമുണ്ടാക്കി കത്തിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് 3/4 സുഖമുണ്ടായിരിക്കും. അഥവാ പകുതി ദുഃഖം ആയിരുന്നുവെങ്കിൽ അതിൽ എന്ത് രസമാണുള്ളത്?
ബാബ പറയുന്നു, നിങ്ങളുടെ ഈ ദേവീദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. സൃഷ്ടിയാണെങ്കിൽ അനാദിയായി ഉണ്ടാക്കപ്പെട്ടതാണ്. സൃഷ്ടി എന്തുകൊണ്ടുണ്ടാക്കപ്പെട്ടു, പിന്നെ എപ്പോൾ പൂർത്തിയാകും എന്ന് ആർക്കും ചോദിക്കുവാൻ സാധിക്കില്ല. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും സൃഷ്ടി പരിവർത്തനപ്പെടുന്ന സംഗമയുഗവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യുന്നത് പോലെ മറ്റാരും മനസ്സിലാക്കുന്നില്ല, ഇത്ര പോലും മനസ്സിലാക്കുന്നില്ല. കുട്ടിക്കാലത്ത് രാധാകൃഷ്ണൻ എന്നാണ് പേര്. പിന്നെ സ്വയംവരം നടക്കുന്നു. രണ്ടുപേരും പ്രത്യേകം രാജധാനിയിലേതാണ്. പിന്നെ അവരുടെ സ്വയംവരം ഉണ്ടാകുമ്പോൾ ലക്ഷ്മി നാരായണൻ ആകുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ തന്നെയാണ് നോളജ്ഫുൾ. ആ ഒന്ന് എല്ലാം അറിയുന്നവനാണ് എന്നല്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ വന്ന് നോളജ് നൽകുന്നു. നോളജ് പാഠശാലയിൽ ലഭിക്കുന്നു. പാഠശാലയിൽ എയിം ഓബ്ജക്റ്റ് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോശമായ ലോകത്തിൽ രാജ്യം ഭരിക്കാനാകില്ല. രാജ്യം ഭരിക്കുന്നത് പുഷ്പങ്ങളുടെ ലോകത്തിലാണ്. രാജയോഗം സത്യയുഗത്തിൽ പഠിപ്പിക്കുകയൊന്നുമില്ല. സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ രാജയോഗം പഠിപ്പിക്കുന്നത്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ബാബ എപ്പോൾ വരുന്നു ആർക്കും അറിയില്ല. ഘോര അന്ധകാരത്തിലാണ്. ജ്ഞാനസൂര്യൻ എന്ന നാമത്തിൽ ജപ്പാനിൽ അവർ തങ്ങളെ സൂര്യവംശി എന്ന് പറയുന്നു. വാസ്തവത്തിൽ സൂര്യവംശി ദേവതമാരാണ്. സൂര്യവംശികളുടെ രാജ്യം സത്യയുഗത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ പാടപ്പെടുകയും ചെയ്യുന്നു. ജ്ഞാനസൂര്യൻ പ്രകടമായി. അപ്പോൾ ഭക്തിമാർഗത്തിൻ്റെ അന്ധകാരം വിനാശമായി. പുതിയ ലോകം തന്നെ പഴയതും പഴയ ലോകം തന്നെ വീണ്ടും പുതിയതുമാകുന്നു. ഇത് പരിധിയില്ലാത്ത വലിയ വീടാണ്. എത്ര വലിയ അരങ്ങാണ്! സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എത്ര കാര്യം ചെയ്യുന്നു! രാത്രിയിൽ വളരെയധികം കാര്യങ്ങൾ നടക്കുന്നു. ഇങ്ങനെയും ചില രാജാക്കന്മാരുണ്ട്. അവർ പകൽ സമയത്ത് ഉറങ്ങുന്നു, രാത്രിയിൽ തൻ്റെ സഭ കൂടുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഇത് ഇപ്പോൾ വരെയും പലയിടത്തും നടക്കുന്നു. മില്ലുകളും മറ്റും രാത്രിയിൽ പ്രവർത്തിക്കുന്നു. ഇത് പരിധിയുള്ള പകലും രാത്രിയുമാണ്. അത് പരിധിയില്ലാത്ത കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങളല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. ശിവബാബയെയും അറിയുന്നില്ല. ബാബ ഓരോ കാര്യവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിനെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നു. പ്രജാപിത ബ്രഹ്മാവാണ്. ബാബ എപ്പോഴാണോ സൃഷ്ടി രചിക്കുന്നത് അപ്പോൾ തീർച്ചയായും ആരിലെങ്കിലും പ്രവേശിക്കും. പാവന മനുഷ്യർ ഉള്ളത് തന്നെ സത്യയുഗത്തിലാണ്. കലിയുഗത്തിലാണെങ്കിൽ എല്ലാവരും വികാരത്തിലൂടെയാണ് ജനിക്കുന്നത്. അതിനാൽ പതീതം എന്ന് പറയുന്നു. മനുഷ്യർ പറയും, വികാരമില്ലാതെ സൃഷ്ടി എങ്ങനെ നടക്കും? ദേവതമാരെ നിങ്ങൾ പറയുന്നത് സമ്പൂർണ്ണ നിർവികാരി എന്നാണ്. എത്ര ശുദ്ധിയോടെ അവരുടെ ക്ഷേത്രം ഉണ്ടാക്കുന്നു. ബ്രാഹ്മണരെ അല്ലാതെ ആരെയും ഉള്ളിൽ അലൗ ചെയ്യുകയില്ല. വാസ്തവത്തിൽ ഈ ദേവതമാരെ വികാരിയായ ആർക്കും ടച്ച് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഇക്കാലത്ത് പൈസ കൊണ്ട് തന്നെ എല്ലാം നടക്കുന്നു. ചിലർ വീട്ടിൽ ക്ഷേത്രവും മറ്റും വയ്ക്കുന്നു. എങ്കിൽ പോലും ബ്രാഹ്മണരെ തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ആ ബ്രാഹ്മണരും വികാരിയാണ്. ബ്രാഹ്മണൻ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഈ ലോകം തന്നെ വികാരിയാണ്. അപ്പോൾ പൂജയും വികാരികളിലൂടെ നടക്കുന്നു. നിർവികാരി എവിടെ നിന്നും വരുവാനാണ്? നിർവികാരികൾ ഉള്ളത് തന്നെ സത്യയുഗത്തിലാണ്. വികാരത്തിൽ പോകാത്തവരെ നിർവികാരി എന്ന് പറയുകയില്ല. ശരീരം ഏതായാലും വികാരത്തിലൂടെയാണല്ലോ ജനിച്ചത്. ബാബ ഒരേ ഒരു കാര്യം പറഞ്ഞു തന്നു. ഇത് മുഴുവൻ രാവണ രാജ്യമാണ്. രാമരാജ്യത്തിലാണ് സമ്പൂർണ്ണ നിർവികാരികൾ. രാവണ രാജ്യത്തിൽ വികാരിയാണ്.
സത്യയുഗത്തിൽ പവിത്രതയുണ്ടായിരുന്നു. അപ്പോൾ പീസും പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. സത്യയുഗത്തിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നല്ലോ. അവിടെ വികാരം ഉണ്ടായിരുന്നില്ല. അത് പവിത്ര രാജ്യം തന്നെയാണ്. അത് ഭഗവാൻ സ്ഥാപിക്കുന്നു. ഭഗവാൻ പതീത രാജ്യം സ്ഥാപിക്കുകയില്ല. സത്യയുഗത്തിൽ അഥവാ പതീതർ ഉണ്ടായിരുന്നുവെങ്കിൽ വിളിച്ചേനെ. അവിടെയാണെങ്കിൽ ആരും വിളിക്കുന്നതേയില്ല. സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. പരമാത്മാവിൻ്റെ മഹിമയും വർണ്ണിക്കുന്നു. സുഖത്തിൻ്റെ സാഗരം, പവിത്രതയുടെ സാഗരം. ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ മുഴുവൻ ലോകത്തിലും ശാന്തി മനുഷ്യർ എങ്ങനെ ഉണ്ടാക്കും? ശാന്തിയുടെ രാജ്യം ഒരേ ഒരു സ്വർഗത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആരെങ്കിലും പരസ്പരം അടികൂടുകയാണെങ്കിൽ അനുരഞ്ജനം അഥവാ ശാന്തി ഉണ്ടാക്കേണ്ടതാണ്. അവിടെയാണെങ്കിൽ ഒരേ ഒരു രാജ്യമാണ്. ബാബു പറയുന്നു, ഈ പഴയ ലോകം തന്നെ ഇപ്പോൾ ഇല്ലാതാകേണ്ടതുണ്ട്. ഈ മഹാഭാരത യുദ്ധത്തിൽ എല്ലാം വിനാശമാകുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന വാക്കും എഴുതപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും പാണ്ഡവർ നിങ്ങളാണല്ലോ. നിങ്ങളാണ് ആത്മീയ വഴികാട്ടികൾ. എല്ലാവർക്കും മുക്തിധാമത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ആത്മാക്കളുടെ വീടായ ശാന്തിധാമം. ഇതാണ് ദുഃഖധാമം. ഇപ്പോൾ ബാബ പറയുന്നു, ഈ ദുഃഖധാമത്തെ കാണുമ്പോഴും മറന്നേക്കൂ. ഇപ്പോൾ നമുക്ക് ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് ആത്മാവാണ് പറയുന്നത്. ആത്മാവ് റിയലൈസ് ചെയ്യുന്നു. ആത്മാവിന് സ്മൃതി വന്നു, ഞാൻ ആത്മാവാണ്. ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ അത് മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തന്നത്. ഞാൻ ബിന്ദുവാണ്. നിങ്ങൾക്ക് അടിക്കടി ഇത് ബുദ്ധിയിലുണ്ടായിരിക്കണം. നമ്മൾ 84ൻ്റെ ചക്രം എങ്ങനെ കറങ്ങി. ഇതിൽ ബാബയുടെയും ഓർമ്മ വരും, വീടിൻ്റെയും ഓർമ്മ വരും, ചക്രത്തിൻ്റെയും ഓർമ്മ വരും. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. എത്ര ഖണ്ഡങ്ങളുണ്ട്, എത്ര യുദ്ധവും മറ്റും നടന്നു. സത്യയുഗത്തിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമേ ഇല്ല. രാമരാജ്യം എവിടെ, രാവണ രാജ്യം എവിടെ? ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ രാജ്യത്തിലാണ് എന്ന പോലെയാണ്. കാരണം ഈശ്വരൻ ഇവിടെ വന്നിരിക്കുകയാണ് രാജ്യം സ്ഥാപിക്കുന്നതിനായി. ഈശ്വരൻ സ്വയം രാജ്യം ഭരിക്കുന്നില്ല, സ്വയം രാജപദം നേടുന്നില്ല. നിഷ്കാമ സേവനം ചെയ്യുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ സർവ ആത്മാക്കളുടെയും പിതാവാണ്. ബാബ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. നിങ്ങളുടെ അന്തിമ അവസ്ഥയായ അതീന്ദ്രിയ സുഖത്തെക്കുറിച്ച് പാടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണോ പരീക്ഷയുടെ ദിവസങ്ങൾ സമീപം വരുന്നത്, ആ സമയത്ത് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. അതീന്ദ്രിയ സുഖവും കുട്ടികൾക്ക് നമ്പർ വൈസായാണ്. ചിലരാണെങ്കിൽ ബാബയുടെ ഓർമ്മയിൽ വളരെയധികം സന്തോഷത്തിലിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് മുഴുവൻ ദിവസവും ഈ ഫീലിംഗ് ഉണ്ടായിരിക്കണം. ആഹാ ബാബ, അങ്ങ് നമ്മളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങിൽ നിന്നും നമുക്ക് എത്ര സുഖം ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കവേ സ്നേഹത്തിൻ്റെ കണ്ണുനീർ വരുന്നു. അത്ഭുതമാണ്. അങ്ങ് വന്ന് നമ്മളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുഴുവൻ ദിവസവും ഈ ഫീലിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ ഏത് സമയത്താണോ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗദ്ഗതമുണ്ടാകുന്നു. ശിവബാബ നമ്മളെ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ശിവരാത്രിയും ആഘോഷിക്കപ്പെടുന്നു. എന്നാൽ മനുഷ്യർ ശിവബാബയ്ക്ക് പകരം ശ്രീകൃഷ്ണൻ്റെ നാമം ഗീതയിൽ നൽകിയിരിക്കുകയാണ്. ഇത് വലുതിലും വലിയ ഒരേ ഒരു തെറ്റാണ്. നമ്പർ 1 ഗീതയിൽ തന്നെ തെറ്റ് വരുത്തിയിരിക്കുന്നു. ഡ്രാമ തന്നെ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്. ബാബ വന്ന് ഈ തെറ്റിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു. പതീത പാവനൻ ഞാനാണോ അതോ ശ്രീകൃഷ്ണനാണോ? ഞാനാണ് നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് മനുഷ്യനിൽ നിന്നും ദേവതയാക്കിയത്.
അകാലമൂർത്തി, അജന്മാവ് എന്ന മഹിമയും എൻ്റേതാണല്ലോ. ശ്രീകൃഷ്ണൻ്റെ മഹിമ ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കില്ല. കൃഷ്ണനാണെങ്കിൽ പുനർജന്മത്തിൽ വരുന്നയാളാണ്. കുട്ടികളായ നിങ്ങളിലും നമ്പർ വൈസായാണ് ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ജ്ഞാനത്തോടൊപ്പം പെരുമാറ്റവും നല്ലതായിരിക്കണം. മായയും നിസാരമല്ല. ആര് ആദ്യം വരുമോ അവർ തീർച്ചയായും ഇത്രയും ശക്തിയുള്ളവരായിരിക്കും. പാർട്ട്ധാരികൾ വ്യത്യസ്തരായിരിക്കുമല്ലോ. ഹീറോയിൻ്റെ പാർട്ട് ഭാരതവാസികൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും രാവണ രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ശ്രീമത്തിലൂടെ നിങ്ങൾക്ക് എത്ര ബലം ലഭിക്കുന്നു. മായയും ദുഷ്കരമാണ്. മുന്നോട്ട് പോകവേ ചതിക്കുന്നു. ബാബ സ്നേഹത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്കും ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ സാഗരം ആകേണ്ടതുണ്ട്. ഒരിക്കലും കൈപ്പോടെ സംസാരിക്കരുത്. ആർക്കെങ്കിലും ദുഃഖം കൊടുക്കുകയാണെങ്കിൽ ദുഃഖിതരായി മരിക്കും. ഈ ശീലങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടതാണ്. മോശത്തിലും മോശമായ ശീലമാണ് വിഷയസാഗരത്തിൽ മുങ്ങിത്താഴുന്നത്. ബാബയും പറയുന്നു, കാമം മഹാശത്രുവാണ്. എത്ര പുത്രിമാർ അടികൊള്ളുന്നു. ചിലരാണെങ്കിൽ പുത്രിയോട് പവിത്രമാകൂ എന്ന് പറയും. ആദ്യം സ്വയം പവിത്രമാകൂ. പുത്രിയെ നൽകി ചിലവുകളുടെയും മറ്റും ഭാരത്തിൽ നിന്നും മുക്തമാവുകയും ചെയ്തു. കാരണം ഇവരുടെ ഭാഗ്യത്തിൽ എന്താണുള്ളത്? വീട്ടിലും സുഖം ലഭിക്കുമോ അതോ ലഭിക്കില്ലേ എന്നറിയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇക്കാലത്ത് ചിലവും വളരെയധികം ഉണ്ടാകുന്നു. ദരിദ്രരാണെങ്കിൽ ഉടൻ നൽകുന്നു. ചിലരാണെങ്കിൽ പിന്നെ മോഹം ഉണ്ടായിരിക്കും. മുൻപ് ഒരു കാട്ടുജാതിക്കാരി വരുമായിരുന്നു. അവരെ ജ്ഞാനത്തിൽ വരാൻ അനുവദിച്ചില്ല. കാരണം ജാലവിദ്യയുടെ ഭയമുണ്ടായിരുന്നു. ഭഗവാനെ ജാലവിദ്യക്കാരൻ എന്നും പറയുന്നു. ദയാഹൃദയൻ എന്നും ഭഗവാനെ തന്നെയാണ് പറയുന്നത്. ശ്രീകൃഷ്ണനെ പറയുകയില്ല. ആരാണോ നിർദയനിൽ നിന്നും മോചിപ്പിക്കുന്നത് ആ ഒന്നാണ് ദയാഹൃദയൻ. നിർദയൻ രാവണനാണ്. ഏറ്റവും ആദ്യത്തേതാണ് ജ്ഞാനം. ജ്ഞാനം, ഭക്തി, പിന്നെ വൈരാഗ്യം. ഭക്തി, ജ്ഞാനം, പിന്നെ വൈരാഗ്യം എന്ന് പറയുകയില്ല. ജ്ഞാനത്തിൻ്റെ വൈരാഗ്യം എന്ന് പറയുവാൻ സാധിക്കില്ല. ഭക്തിയുടെ വൈരാഗ്യം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ജ്ഞാനം, ഭക്തി, വൈരാഗ്യം ഇതാണ് ശരിയായ വാക്ക്. ബാബ നിങ്ങൾക്ക് പരിധിയില്ലാത്ത, അതായത് പഴയ ലോകത്തിൻ്റെ വൈരാഗ്യം വരുത്തുന്നു. സന്യാസിമാരാണെങ്കിൽ കേവലം വീടിനോടും കുടുംബത്തോടും വൈരാഗ്യം വരുത്തുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ്. മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നതേയില്ല. ഭാരതം 100% സോൾവെൻറ്റും നിർവികാരിയും ഹെൽത്തിയും ആയിരുന്നു. ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുമായിരുന്നില്ല. ഈ എല്ലാ കാര്യങ്ങളുടെയും ധാരണ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ആര് നന്നായി സർവീസ് ചെയ്യുന്നുവോ അവർ വളരെയധികം ധനികരാകും. കുട്ടികൾക്ക് മുഴുവൻ ദിവസവും ബാബ ബാബ എന്ന് തന്നെ ഓർമ്മ വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ മായ അത് ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. ബാബ പറയുന്നു, സദോ പ്രധാനം ആകണമെങ്കിൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കഴിക്കുമ്പോഴും എന്നെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. നിങ്ങൾ ഓർമ്മിക്കുകയില്ലേ? വളരെ പേർക്ക് മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതുണ്ടാകും. ഡ്രാമയിൽ അടങ്ങിയതാണ്. സ്വർഗത്തിൻ്റെ സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. സദാ പുതിയ ലോകത്തിലിരിക്കുവാൻ സാധിക്കില്ല. ചക്രം കറങ്ങും. അപ്പോൾ താഴെ തീർച്ചയായും ഇറങ്ങും. ഓരോ വസ്തുവും പുതിയതിൽ നിന്നും വീണ്ടും പഴയത് തീർച്ചയായും ആകുന്നു. ഈ സമയത്ത് മായ എല്ലാവരെയും ഏപ്രിൽ ഫൂൾ ആക്കിയിരിക്കുകയാണ്. ബാബ വന്ന് പുഷ്പങ്ങളാക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ സാഗരമാകണം. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. കയ്പ് നിറഞ്ഞ വാക്കുകൾ സംസാരിക്കരുത്. മോശമായ ശീലങ്ങൾ ഇല്ലാതാക്കണം. ബാബയോട് മധുരമധുരമായി സംസാരിച്ച് ഈ ഫീലിങ്ങിലിരിക്കണം: ആഹാ ബാബ, അങ്ങ് നമ്മളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുന്നു. അങ്ങ് നമുക്ക് എത്ര സുഖം നൽകിയിരിക്കുകയാണ്. ബാബ അങ്ങ് ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുഴുവൻ ദിവസവും ബാബ ബാബ എന്നത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. വരദാനം: സർവ സംബന്ധങ്ങളുടെയും സർവഗുണങ്ങളുടെയും അനുഭൂതിയിൽ സമ്പന്നമാകുന്ന സമ്പൂർണ്ണ മൂർത്തിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ വിശേഷിച്ച് സർവപ്രാപ്തികളിലും സ്വയം തന്നെ സമ്പന്നമാക്കണം. അതിനാൽ സർവ ഖജനാവുകളും സർവസംബന്ധവും സർവഗുണങ്ങളും കർത്തവ്യവും മുന്നിൽ വച്ച് ചെക്ക് ചെയ്യൂ. സർവകാര്യങ്ങളിലും അനുഭവിയായോ? അഥവാ ഏതെങ്കിലും കാര്യത്തിൻ്റെ അനുഭവത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അതിൽ സ്വയം തന്നെ സമ്പന്നമാക്കൂ. ഒരു സംബന്ധത്തിൻ്റെ പോലും അഥവാ ഗുണത്തിൻ്റെ പോലും കുറവുണ്ടെങ്കിൽ സമ്പൂർണ്ണ സ്റ്റേജ് അഥവാ സമ്പൂർണ്ണ മൂർത്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബയുടെ ഗുണങ്ങളുടെയും തൻ്റെ ആദി സ്വരൂപത്തിൻ്റെ ഗുണങ്ങളുടെയും അനുഭവം ചെയ്യൂ. അപ്പോൾ സമ്പൂർണ്ണ മൂർത്തിയാകും. സ്ലോഗൻ: ആവേശത്തിൽ വരുന്നതും മനസ്സിൻ്റെ കരച്ചിലാണ്. ഇപ്പോൾ കരയുന്നതിൻ്റെ ഫയൽ സമാപ്തമാക്കൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. മനസ്സാ സേവനം ചെയ്യുന്നതിന് വേണ്ടി സർവശക്തികളെയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. ഉള്ളിൽ ഒരു ഡിഫക്റ്റും ഇല്ലാത്ത വിധം ബാബയ്ക്ക് സമാനം പെർഫെക്റ്റ് ആകൂ. അപ്പോൾ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഏകാഗ്രതയിലൂടെ, അതായത് മനസ്സിലൂടെ സ്വതവേ സകാശ് വ്യാപിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം: ഞാൻ ശ്രേഷ്ഠ ആത്മാവ്. എൻ്റെ മനസ്സിൻ്റെ അധികാരിയായി സങ്കല്പങ്ങളെ ഏകാഗ്രമാക്കുകയാണ്. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ശിവബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഏകാഗ്രബുദ്ധിയോടെ ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന ശക്തിശാലി അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ സർവശക്തിവാനായ ബാബയുടെ അനന്ത കിരണങ്ങളുടെ പ്രഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പരമാത്മാ പ്രാപ്തികൾ എൻ്റെ ജന്മാവകാശമായി ഞാൻ അനുഭവിക്കുന്നു. സർവശക്തിവാനായ ബാബയുടെ ഈ ദിവ്യ സാമീപ്യം എന്നിൽ ശാന്തിയുടെ ശക്തി നിറയ്ക്കുന്നു. പവിത്രതയുടെ ശക്തി നിറയ്ക്കുന്നു.
നിറയ്ക്കുന്നു. ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തി നിറയ്ക്കുന്നു. ശിവസാഗരത്തിൻ്റെ ഈ ദിവ്യ അലൗകിക പ്രാപ്തികൾ കൊണ്ട് സമ്പന്നമായി ഞാൻ ഒരു സെക്കൻഡിൽ എൻ്റെ അകാല സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ജ്യോതിയായി ദേഹി അഭിമാനി സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ദേഹി അഭിമാനി സ്ഥിതിയിലിരിക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ ആനന്ദവും സുഖവും ഞാൻ അനുഭവിക്കുന്നു. ഈ സ്ഥിതിയിലിരിക്കുമ്പോൾ എനിക്ക് ആകാരത്തിലും നിരാകാരത്തെ കാണുന്നതിൻ്റെ ശീലം ഉറയ്ക്കുന്നു. എന്നെ ആത്മീയ പവിത്ര ദൃഷ്ടിയുടെ സംസ്കാരം ഉറയ്ക്കുന്നു. എൻ്റെ സർവ കർമ്മേന്ദ്രിയങ്ങളും ശീതളമാകുന്നു. ബാബയുടെ നിരന്തര ഓർമ്മ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ ദേഹി അഭിമാനി സ്ഥിതി എത്ര സുഖകരമാണ്. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ വൃത്തിയുടെ സൂക്ഷ്മ ചഞ്ചലതകൾ പോലും സമാപ്തമാകുന്നു. എന്നിൽ സർവ ആത്മാക്കളോടും സ്നേഹഭാവം ഉൽപ്പന്നമാകുന്നു. ഞാൻ സർവരുടെയും ശുഭചിന്തകനാകുന്നു. എന്നിൽ പവിത്രതയുടെ പേഴ്സണാലിറ്റിയും ആത്മീയ റോയൽറ്റിയും പ്രത്യക്ഷമാകുന്നു. ഞാൻ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ അനുഭൂതികളുടെ പ്രസാദം അന്യ ആത്മാക്കൾക്ക് നൽകുന്ന മാസ്റ്റർ ദാതാവായി മാറുന്നു. എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ ശക്തിയും പവിത്രതയുടെ ശക്തിയും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ശക്തിയും വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു.